സ്റ്റുഡൻസ് അപ്പോൾ അടുത്ത ICDS എന്ന് പറഞ്ഞാൽ നമ്മുടെ ICDS 8ആണ്. ICDS 7 നമ്മൾ നോക്കി ഗവൺമെൻറ് ഗ്രാൻഡ്. അപ്പോൾ അടുത്തത് ICDS 8ആണ്. ICDS 8 എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസാണ്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന സെക്യൂരിറ്റീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്കാണ്, ഇൻവെൻ്ററി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റിയാണ്. അപ്പോൾ ICDS 2 ഇൻവെൻ്ററിക്കകത്ത് ആക്ച്വലി ICDS 2 ആണല്ലോ ഇൻവെൻ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യൂഷന് വേണ്ടിയുള്ള ഇൻവെൻ്ററി, അതിൻ്റെ ഉള്ള ICDS. ആ ICDSനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റീസ് ആർ നോട്ട് കവേർഡ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഫോർ സെക്യൂരിറ്റീസ് ദർ ഇസ് എ സെപ്പറേറ്റ് ICDS ഈസ് ക്രിയേറ്റഡ്, ദാറ്റ് ഈസ് ICDS 8. അതുകൊണ്ടാണ് ഈ സെക്യൂരിറ്റീസ് ICDS 2 കവർ ചെയ്യാത്തത്. ബാക്കി ഇൻവെൻ്ററികളെല്ലാം തന്നെ നമ്മൾ ICDS 2 വാല്യൂ ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് ഇസ് കം ടു സെക്യൂരിറ്റീസ് വി ഹാവ് ടു അപ്ലൈ ICDS 8. ICDS 8 സ്റ്റോക്ക് എന്ന് പറയുമ്പം സെക്യൂരിറ്റീസ് ആണ്. ഇവിടെ സെക്യൂരിറ്റി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഉണ്ടാവാം, മറ്റൊന്ന് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി. ഇനി ചില സെക്യൂരിറ്റി ലിസ്റ്റഡ് ആണെങ്കിലും കോട്ട് ചെയ്യുന്നുണ്ടാവില്ല, ട്രേഡിംഗ് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെ അൺലിസ്റ്റഡിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പെടുത്തേണ്ടി വരും. പിന്നെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. മറ്റൊന്ന് മെയിനായിട്ട് സെക്യൂരിറ്റി സ്റ്റോക്കായിട്ട് വെച്ചിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഷെയർ ട്രേഡേഴ്സ്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും സെക്യൂരിറ്റി സ്റ്റോക്കാണ്. അതേസമയം മെയിൻ ബിസിനസ് ബാങ്കിങ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യലാണ്, അതായത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് അവരുടെ മെയിൻ ആക്ടിവിറ്റി ഷെയർ ട്രേഡിംഗ് അല്ല. അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്, ദാറ്റ് ഈസ് പിന്നെ ബാങ്കിങ് ബിസിനസ്സാണ്. പക്ഷെ അതിനോടൊപ്പം അവർ എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റീസ് ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ് അവർ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ചും ആ സെക്യൂരിറ്റി സ്റ്റോക്ക് പോലെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂഷനും ഈ പറഞ്ഞ ICDS 8 ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി സെക്യൂരിറ്റി ഹെൽഡ് സ്റ്റോക്കിൻ്റെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ പാർട്ട് എ ആണ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പാർട്ട് എ ആണ്. കാരണം പാർട്ട് ബിയിൽ വരുന്നത് ബാങ്കോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവരെ സംബന്ധിച്ച് ഇത് വാല്യൂ ചെയ്യേണ്ടത് RBI ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ RBI പറയുന്ന ഗൈഡ് ലൈൻസുകളും കൂടാൻ പാടില്ല. RBI എത്രയാണോ പറയുന്നത് ആ RBI പറയുന്ന ഗൈഡ് ലൈൻസിനകത്ത് നിൽക്കണം. അപ്പോൾ RBI പറയുന്ന ഗൈഡ് ലൈൻസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ RBIയുടെ പ്രുഡൻഷ്യൽ നോംസ് പോലെ പിന്നെ സെക്യൂരിറ്റി ബാങ്കുകൾ ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ് ആണെങ്കിൽ അതെങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് ഡയറക്ഷൻ കൊടുക്കും. ആ കൊടുക്കുന്ന ഡയറക്ഷൻ വെച്ചിട്ട് വേണം ബാങ്കുകൾ വാല്യൂ ചെയ്യാൻ റിഗാർഡിംഗ് സെക്യൂരിറ്റി ഹെൽഡ് ഫോർ ട്രേഡിംഗ് ബൈ ബാങ്ക്സ് ഓർ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സപ്പോസ് RBI പറഞ്ഞിരിക്കുന്നതിനേക്കാളും വേറൊരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്രയാണോ എക്സസ് അതിനേക്കാളും അവർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യേണ്ടി വരും. ഇനി വാട്ട് അബൌട്ട് പാർട്ട് എ? പാർട്ട് എ എന്ന് പറയുമ്പോൾ ബാങ്കോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലാത്ത ബാക്കിയുള്ളവരെ സംബന്ധിച്ച് വരുന്ന വാല്യൂഷനാണ് നമ്മുടെ പാർട്ട് എ. പാർട്ട് എക്കകത്ത് സെക്യൂരിറ്റികളുടെ സ്റ്റോക്കിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലിസ്റ്റഡ് സെക്യൂരിറ്റീസും മറ്റൊന്ന് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസും. ഈ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവേഷൻ അവർ പറയുന്നത് ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണെങ്കിൽ വാല്യൂവേഷൻ അല്ലെങ്കിൽ ഇൻവെൻ്ററി ആയിട്ട് വെച്ചിരിക്കുന്ന ആ സ്റ്റോക്കിനെ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കേണ്ടത് എന്താണ്? സാധാരണ നമ്മൾ സ്റ്റോക്ക് ഈ പഠിച്ച ICDS 2 വാല്യൂഷൻ തന്നെയാണ്. എന്താണ്? ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓർ NRV നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ്. അത് തന്നെയാണ് പ്രിൻസിപ്പിൾ. ബേസിക് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും പറയുന്ന പ്രിൻസിപ്പിൾ. പക്ഷേ വ്യത്യാസം നമ്മൾ അറിയേണ്ടത് ഇവിടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി വാങ്ങാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവ്. വാങ്ങാൻ വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബ്രോക്കറേജ് അസറ്റിൻ്റെ കോസ്റ്റിൽ ആഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ സ്റ്റോക്കായിട്ട് നമ്മൾ ഷെയർ മേടിക്കുകയാണ്. അപ്പോൾ ആ ഷെയർ മേടിക്കുന്ന സമയത്ത് ബ്രോക്കറേജ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഷെയറിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് ചോദ്യമൊന്നുമില്ല. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്, ബ്രോക്കറേജ്, ഫീസോ ടാക്സോ STT പോലുള്ള എന്തെങ്കിലും ടാക്സുകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഒരു ഷെയർ മേടിച്ചത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, നമ്മുടെ കയ്യിൽ നിന്നൊരു അസറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് വേറൊരു ഷെയർ ഇങ്ങോട്ട് വാങ്ങി. അങ്ങനെയാണെങ്കിൽ നേരത്തെ അസറ്റിന് പറഞ്ഞ അതേ കോൺസെപ്റ്റ് പുതുതായിട്ട് കിട്ടുന്ന ഷെയറിൻ്റെ ഫെയർ വാല്യൂ അതിൻ്റെ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഷെയർസ് അക്വേർഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അക്വേർഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ അതർ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അതർ അസറ്റ്സ് ആണെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് ദി ന്യൂ ഷെയർസ് അക്വേർഡ്, നമ്മുടെ ആ സ്റ്റോക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിലിരുന്ന കുറേ സെക്യൂരിറ്റി അങ്ങോട്ട് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങോട്ട് കൊടുത്ത സെക്യൂരിറ്റിയുടെ കോസ്റ്റോ അതിൻ്റെ ഫെയർ വാല്യൂ ഒന്നും അല്ല നോക്കേണ്ടത്. ഇങ്ങോട്ട് കിട്ടിയ ആ ഷെയറിൻ്റെ ഫെയർ വാല്യൂ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം നമുക്ക് കമ്പയർ ചെയ്യാൻ ആക്ച്വൽ കോസ്റ്റ് വേണം. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് കാശ് കൊടുത്ത് മേടിച്ചാണെങ്കിൽ പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ് ആൻഡ് അതർ ഫീസ് ഓർ ടാക്സ് ഇൻകേർഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. നമ്മൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കുറേ സെക്യൂരിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് സെക്യൂരിറ്റി മേടിച്ചാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സെക്യൂരിറ്റിയുടെ ഫെയർ വാല്യൂ ആയിരിക്കും ആ പുതുതായിട്ട് മേടിച്ച സെക്യൂരിറ്റിയുടെ കോസ്റ്റ്. ഇനി നൗ വാട്ട് ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് NRV. NRV എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ NRV വാല്യൂ എടുക്കുക, വിറ്റാ കിട്ടുന്ന അന്നത്തെ വാല്യൂ NRV. ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഇസ് ലോവർ ആണ് നമ്മുടെ
കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വൽ കോസ്റ്റ് ഇനിഷ്യലി റിക്കഗ്നൈസ്ഡ് ഓർ NRV അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ 31st മാർച്ചിൽ NRV വിച്ച് എവർ ഈസ് ലോവർ ആണ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓഫ് ഷെയർസ്. ഇനി ഇതിന് എക്സെപ്ഷൻ, ഈ പ്രിൻസിപ്പിളിന് എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് ഈ പ്രിൻസിപ്പിളിൻ്റെ എക്സെപ്ഷൻ? അതിൻ്റെ ഫസ്റ്റ് എക്സെപ്ഷൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. 2 ലിസ്റ്റഡ് സെക്യൂരിറ്റിയാണ് ബട്ട് നോട്ട് കോട്ടഡ്. ഈ 2 കേസുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും ആക്ച്വൽ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് എടുക്കരുത്. പിന്നെയോ അവിടെ അതിന് ഇനീഷ്യൽ കോസ്റ്റിൽ തന്നെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും അത് വിൽക്കുന്നത് വരെയും മേടിച്ച ഒറിജിനൽ കോസ്റ്റ് തന്നെയാണ് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ NRVയുമായിട്ട് കമ്പയർ ചെയ്ത് NRVയുടെക്കാളും പിന്നെ വിച്ച് എവർ ഈസ് ലോവർ എടുക്കാനല്ല പറയുന്നത്, അത് എപ്പോഴും കോസ്റ്റിൽ തന്നെ കാണിക്കണമെന്ന്. അൺലിസ്റ്റഡ് സെക്യൂരിറ്റി, ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഏത് അൺലിസ്റ്റഡ് സെക്യൂരിറ്റികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇനി അഥവാ ലിസ്റ്റഡ് ആണ് പക്ഷേ കോട്ടഡ് അല്ല, ട്രേഡിംഗ് നടന്നിട്ടില്ല, അങ്ങനത്തെ സെക്യൂരിറ്റി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഇനിഷ്യലി അക്വയർ ചെയ്ത കോസ്റ്റ് തന്നെ അതിൻ്റെ എല്ലാ വർഷവും വാല്യൂ സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. ഒരിക്കലും അവിടെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നില്ല. ആക്ച്വലി ഈ പ്രിൻസിപ്പിൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലെ പ്രിൻസിപ്പിളിന് അഗേൻസ്റ്റ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞ ഇൻവെന്ററി ആയിട്ട് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി അത് ലിസ്റ്റഡ് ആയാലും അൺലിസ്റ്റഡ് ആയാലും കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് ആണ്. പിന്നെ അതിനകത്ത് കോസ്റ്റ് NRV എടുക്കുന്നതിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ എനിവേ കോസ്റ്റ് ഓർ NRV ആയിട്ട് കമ്പയർ ചെയ്ത് വെച്ച് ഒരു സ്ലോവറിന് എടുക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ അൺറിയലൈസ്ഡ് ഗെയിൻസ് അവിടെ ഉണ്ടാവും. വിൽക്കാത്ത സാധനത്തിൻ്റെ അൺറിയലൈസ്ഡ് ഗെയിന്, വിൽക്കാതിരിക്കുന്ന സാധനത്തിൻ്റെ നോഷണൽ ഇൻകത്തിനാണ് അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയുന്നത്. അൺറിയലൈസ്ഡ് ഗെയിൻ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ പാടില്ല. ബേസിക് അക്കൗണ്ട്സ് പ്രിൻസിപ്പിളാണ്, പ്രൂഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ലെസ് എടുക്കണമെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ പിന്നിലെ തത്വം. പക്ഷേ ഇവിടെ ഇവർ പറയുന്നു ലിസ്റ്റഡ് സെക്യൂരിറ്റിക്ക് മാത്രം നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക, കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ്. ബട്ട് റിഗാർഡിംഗ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ഇനിഷ്യലി അത് അക്വയർ ചെയ്ത കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിൽ തന്നെ നിങ്ങൾ റിക്കഗ്നൈസ് ചെയ്യണം. ഇനി കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് എടുക്കുമ്പം യു ഹാവ് ടു അപ്ലൈ കാറ്റഗറി വൈസ്. അപ്പോൾ ഈ കാറ്റഗറി വൈസിൻ്റെ കോൺസെപ്റ്റും പിന്നെ ഐറ്റം ബൈ ഐറ്റം വൈസിൻ്റെ കോൺസെപ്റ്റിന് ഡിഫറൻസ് പറഞ്ഞുതരാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയുന്നത് ഓരോ സെക്യൂരിറ്റിയും ഐറ്റം ബൈ ഐറ്റം കോസ്റ്റും NRV ആയിട്ട് കമ്പയർ ചെയ്യണമെന്നാണ്. ഇവിടെ ഇവർ പറഞ്ഞ കാറ്റഗറി വൈസ് കമ്പയർ ചെയ്യണമെന്നാണ്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ കാറ്റഗറി വൈസായിട്ട് നമ്മുടെ ഈ ICDSനകത്ത് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി, ഒന്ന് ഷെയർസ്, മറ്റൊന്ന് ഡെറ്റ് സെക്യൂരിറ്റി, മറ്റൊന്ന് കൺവേർട്ടബിൾ സെക്യൂരിറ്റി, മറ്റൊന്ന് എനി അതർ സെക്യൂരിറ്റി. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഷെയർസിന് എക്സ് ലിമിറ്റഡിൻ്റെ ഷെയറുണ്ട്, Y ലിമിറ്റഡിൻ്റെ ഷെയറുണ്ട്, Z ലിമിറ്റഡിൻ്റെ ഷെയറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആക്ച്വൽ കോസ്റ്റും ഉണ്ട്, NRV ഉണ്ടെന്ന് ഇരിക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ എക്സ് ലിമിറ്റഡിൻ്റെ 200 രൂപയാണ്, NRV 185 രൂപയാണ്, Y ലിമിറ്റഡിൻ്റെത് 35 രൂപയാണ്. അപ്പോൾ ഇവിടെ അത് 68 രൂപയാണ്. ഇവിടെ വരുമ്പോൾ അത് 330 രൂപയാണ്, ഇവിടെ 210 രൂപയാണ്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് ഷെയറാണ്. ഇനി എടുത്ത് നോക്കൂ ഡിബഞ്ചർ. ഇപ്പോൾ ഡിബഞ്ചർ എടുക്കുമ്പോൾ അതിനകത്ത് A ലിമിറ്റഡിൻ്റെ ഡിബഞ്ചർ ഉണ്ട്, B ലിമിറ്റഡ് ഡിബഞ്ചർ ഉണ്ട്. ഇതിൻ്റെത് 150 രൂപ, ഇതിൻ്റെ 160 രൂപയാണെന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെത് 130 രൂപ, ഇതിൻ്റെ ഒരു 180 രൂപ. C ലിമിറ്റഡ് 60 രൂപ, ഒരു 110 രൂപ, 75 രൂപ. ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം നിങ്ങൾക്ക് ഇത് ICDC പറയുന്നത് ഇവിടെ ഷെയർ ഡിബഞ്ചർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഓരോ കാറ്റഗറിയുടെയും കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ലെസ് എടുക്കാനാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ഐറ്റമായിട്ട് കമ്പയർ ചെയ്യണം. 200 185 ലോവർ 185, 35 68 ലോവർ 35, 330 210 ലോവർ 210. എന്നുവെച്ചാൽ ഇതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഐറ്റം ബൈ ഐറ്റം കമ്പയർ ചെയ്യുക. 150 160 150, 130 180 130, 110 75. ഐറ്റം ബൈ ഐറ്റം കമ്പയർ. ഇനി ICDS പ്രകാരം ചെയ്യാതെ എങ്ങനെ? ICDS പ്രകാരമാണെങ്കിൽ ആദ്യം കോസ്റ്റ്, ഷെയർസിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്ററും കൂടെ വേണം, അല്ല വർക്കൗട്ട് ആവില്ല. അപ്പോൾ ICDS പ്രകാരം കാറ്റഗറിയുടെ പ്രത്യേകതയാണ് 235 + 330 565. ഇവിടെ ടോട്ടൽ വരും. ഇവിടെ എടുത്താലോ 185 + 68 + 210 463. അപ്പോൾ ICDS പ്രകാരമാണെങ്കിൽ ഇതിൻ്റെ ലോവർ ഷെയർസിനെ സംബന്ധിച്ച് വാല്യൂ ഓഫ് ഇൻവെൻട്രി ആയിട്ട് നമ്മൾ എടുക്കുക 463. ഡെറ്റ് വരുമ്പം 150 + 130 + 110 = 390. 160 + 180 + 75 415. 390 415 വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഡെറ്റ് സെക്യൂരിറ്റി എടുക്കുമ്പോൾ 390. ടോട്ടൽ ഇൻവെൻട്രി ICDS പ്രകാരം
463 പ്ലസ് 390 853 ICDS പ്രകാരം ഇൻവെൻട്രിയുടെ വാല്യൂ, സെക്യൂരിറ്റി ഹെൽഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ. അക്കൗണ്ട് സ്റ്റാൻഡേർഡ് പ്രകാരമാണെങ്കിലോ, അക്കൗണ്ട് സ്റ്റാൻഡേർഡ് പ്രകാരമാണെങ്കിൽ ഇതങ്ങ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 185 പ്ലസ് 35 പ്ലസ് 210 പ്ലസ് 150 പ്ലസ് 130 പ്ലസ് 75 785. നോക്കൂ, AS പ്രകാരം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം 785 വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ICDS പ്രകാരം 853. ഇതാണ് കാറ്റഗറി വൈസിൻ്റെയും ഐറ്റം ബൈ ഐറ്റത്തിൻ്റെയും പ്രത്യേകത. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഐറ്റം ബൈ ഐറ്റം എടുക്കാനാണ്, പക്ഷേ നമ്മുടെ ICDS പറയുന്നത് കാറ്റഗറി വൈസ് ആണ്. എങ്ങനെയാണ് മൊത്തം ഇരിക്കുന്ന സെക്യൂരിറ്റി ഏതൊക്കെ കാറ്റഗറി ആക്കണം? ഷെയർസ് ആക്കണം ഒരു കാറ്റഗറി, ഡെറ്റ് സെക്യൂരിറ്റി സെപ്പറേറ്റ്, കൺവെർട്ടിബിൾ സെക്യൂരിറ്റി സെപ്പറേറ്റ്, എനി അതർ സെക്യൂരിറ്റി. അതിനകത്ത് തന്നെ ഐറ്റം ബൈ ഐറ്റം അല്ല, അതിനകത്ത് ഈ ഓരോ കാറ്റഗറിയുടെ കോസ്റ്റ് ടോട്ടൽ ചെയ്യുക, ഓരോ കാറ്റഗറിയിലെയും മാർക്കറ്റ് വാല്യൂ NRV ടോട്ടൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലോവർ എടുക്കുക. അപ്പോൾ ഐ തിങ്ക് യു ഗോട്ട് ഐഡിയ റിഗാർഡിംഗ് ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട് ആസ് പെർ ICDS 8, ദാറ്റ് ഈസ് കാറ്റഗറി വൈസ്. ICDS വൈറ്റ് കാറ്റഗറി വൈസ് എന്ന് പറയുമ്പോൾ ഇതാണ് കാറ്റഗറി വൈസിൻ്റെ കോൺസെപ്റ്റ്. കാറ്റഗറി വൈസ് യു ഹവ് ടു കമ്പയർ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മറന്നു വരുന്നത്. അപ്പോൾ ഷെയർസ്, ഡെറ്റ് സെക്യൂരിറ്റി, കൺവേർട്ടബിൾ സെക്യൂരിറ്റി, എനി അതർ സെക്യൂരിറ്റി, ഇങ്ങനെ കാറ്റഗറി ആക്കിയിട്ട് കാറ്റഗറി വൈസ് കണ്ടുപിടിക്കണം കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ്. അതേസമയം അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ലിസ്റ്റഡ് ബട്ട് നോട്ട് കോട്ടഡ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് എത്രയാണോ റെക്കഗ്നൈസ് ചെയ്ത ആ ഇനിഷ്യൽ കോസ്റ്റ് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ICDS ആണ് ICDS 8. ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ആസ്പെക്റ്റുകൾ അറിഞ്ഞിരിക്കണം. സെക്യൂരിറ്റി ഹെൽഡ് സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ കേസിലാണ് നമ്മൾ ICDS 8 അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ നോർമൽ പ്രിൻസിപ്പിൾ തന്നെയാണ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് ആണ്. പക്ഷേ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റി ബട്ട് നോട്ട് കോട്ടഡിനെ സംബന്ധിച്ച് ഇനീഷ്യൽ കോസ്റ്റ് റെക്കഗ്നൈസ്ഡ് എത്രയാണോ അത് തന്നെ അവിടെ വാല്യൂ ഓഫ് ഇൻവെൻട്രി ആയിട്ട് എടുക്കണം. ആക്ച്വൽ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ് മറ്റെന്തെങ്കിലും കോസ്റ്റിൽ എടുക്കുക. നമ്മളതിൽ ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് അക്വയർ ചെയ്താണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന സെക്യൂരിറ്റിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂൻ്റെ കോസ്റ്റ് ആയിട്ട് എടുക്കുക. ആ കോസ്റ്റും NRV ആയിട്ട് കമ്പയർ ചെയ്ത് വിച്ച് എവർ ഇസ് ലോവർ ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ വാല്യൂ. പക്ഷേ ബാങ്കുകളെ സംബന്ധിച്ചും പബ്ലിക് ഫിനാൻഷ്യൽ സംബന്ധിച്ചും ഇതിങ്ങനെയൊന്നും വേണ്ട. ഇനി അല്ലാത്ത അവരെ സംബന്ധിച്ച് RBIയുടെ ഗൈഡ് ലൈൻസ് ആണ്. ഇനി നമ്മൾ ഈ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് എടുക്കുമ്പോൾ കാറ്റഗറി വൈസ് എടുക്കണം, ഓരോ സെക്യൂരിറ്റി വൈസ് കമ്പയർ ചെയ്യരുത്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നുള്ള വളരെ വലിയ ഡീവിയേഷൻ ആണ്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലായി, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് പെർ ICDS 8 കൂടുതലാണ്, 853. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 785 വന്നുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രോഫിറ്റ് കൂടുതലായിരിക്കും എവിടെ നമ്മുടെ ICDS പ്രകാരം എടുക്കുമ്പോൾ, കാരണം ആ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അക്കൗണ്ടൻസിയിലെ ഇൻകവും ടാക്സിലെ ഇൻകവും തമ്മിൽ ഉറപ്പായിട്ടും എന്ത് വരും? ഡീവിയേഷൻ ഉണ്ടാവും. ഇതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ICDS 8 സെക്യൂരിറ്റീസ് ഇത്രയേ ഉള്ളൂ. ആ കോർ കോൺസെപ്റ്റ് ഇത്രയുമാണ്. ഇത് ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആ കാറ്റഗറി വൈസും ഐറ്റം ബൈ ഐറ്റം അത് കൃത്യമായി ഓർത്തിരിക്കുക. എങ്ങനെ, എന്താണ് ഈ കാറ്റഗറി വൈസ്, എന്താണ് ഐറ്റം ബൈ ഐറ്റം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ICDS 9 നമ്മൾ പോവാണ്. ബോറോയിങ് കോസ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ICDS ആണ്. സത്യം പറഞ്ഞാൽ അൺഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. കോർ ആയിട്ടുള്ള സാധനം ICDS 7 ഭയങ്കര കോറാണ്. ICDS 8 ഇപ്പോൾ പഠിച്ച സെക്യൂരിറ്റി വളരെ കോറാണ്. ആ ട്രീറ്റ്മെൻറ്റ്, ആ മെക്കാനിസം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ബട്ട് ICDS 9 നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. എഗെയിൻ ICDS 10 ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ICDS 9 ബോറോയിങ് കോസ്റ്റാണ്. ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അസറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് എടുത്തു, ആ ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, അതാണ് ശരിക്കും ബോറോയിങ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാളിഫയിങ് അസറ്റിൻ്റെ പുറത്താണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാ അസറ്റും ക്വാളിഫയിങ് അസറ്റല്ല. സാധാരണ ഇതിൽ 12 മാസത്തിൽ കൂടുതൽ സമയം എടുക്കുന്ന ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വരാൻ മോർ ദാൻ 12 months എടുക്കുമെങ്കിലാണ് സാധാരണ തന്നെ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെ ക്വാളിഫയിങ് അസറ്റാണ്. 2 തരത്തിലെ ക്വാളിഫയിങ് ബോറോയിങ് കോസ്റ്റ് വരാം. ഒന്ന് ഡയറക്റ്റ് ബോറോയിങ് കോസ്റ്റ്, മറ്റൊന്ന് ജനറൽ ബോറോയിങ് കോസ്റ്റ്. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾക്ക് ജനറലായിട്ട് നമ്മൾ ലോൺ എടുക്കും. ആ ലോണിൻ്റെ ഒരു പോർഷൻ കൊണ്ടായിരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ മൊത്തം ഇൻട്രസ്റ്റും ഈ അസറ്റിൻ്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. കാരണം ജനറൽ ഇൻട്രസ്റ്റ് ആണ് ടോട്ടൽ. അതിൻ്റെ ഈ പർട്ടിക്കുലർ അസറ്റിന് വേണ്ടിയുള്ളത് മാത്രം ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ജനറൽ ബോറോയിങ് കോസ്റ്റ്. സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആ അസറ്റ് പുട്ട് യൂസ് ചെയ്യുന്നവരെ അസറ്റിൻ്റെ കോസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ഇതാണ് സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ് എങ്ങനെയാണ്? Directly attributable to acquisition or construction or production of a qualifying asset. Remember, generally land, building, plant, machines, etc. are qualifying asset. Even inventory can become a qualifying asset. Stock qualifying asset ആയിട്ട് മാറ്റാം. എന്ന് വെച്ചാൽ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാം. കണ്ടീഷൻ
ഇറ്റ് ഷുഡ് ടേക്ക് അറ്റ്ലീസ്റ്റ് മോർ ദാൻ 12 months ടു ക്രിയേറ്റ് ദാറ്റ് സ്റ്റോക്ക്. സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ 12 മാസത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ ടൈം വേണ്ടി വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റോക്കിൻ്റെ കൂടെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത കേസിൽ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ആൻ അസറ്റ് വിൽ ടേക്ക് മിനിമം മോർ ദാൻ 12 months. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ക്വാളിഫയിങ് അസറ്റ്. ആ ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി ഡയറക്ട്ലി നമ്മൾ എടുത്തിട്ടുള്ള ലോണുകളാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ആ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക ടു ബി ക്യാപിറ്റലൈസ്ഡ്. അതർ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പം അതർ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ അല്ല, അതല്ലാതെ വരുന്ന ബോറോയിങ് കോസ്റ്റ് ആണ് എങ്കിൽ ടു ബി റിക്കഗ്നൈസ്ഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ITI ആക്ട്. അപ്പം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ബോറോയിങ് കോസ്റ്റ് ICDS 9 പ്രകാരം അസറ്റിന്റെ കോസ്റ്റിൽ ആഡ് ചെയ്യുക. അല്ലാതെ വരുന്ന ബോറോയിങ് കോസ്റ്റ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ITI ആക്ട് എന്നാണ്. എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി പല ടൈപ്പ് ഓഫ് ബോറോയിങ് ഉണ്ടാവില്ലേ, എഡ്യൂക്കേഷൻ്റെ ബോറോയിങ് ഉണ്ടാവില്ലേ, അപ്പോൾ അതും ബോറോയിങ് കോസ്റ്റ് ആണല്ലോ. പക്ഷേ എഡ്യൂക്കേഷൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് 80E ക്ലെയിം ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, ബിസിനസ്സിന് ഉപയോഗിക്കുന്നതല്ല, അങ്ങനെയാണെങ്കിൽ അത് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അതാണ് മറ്റ് ബോറോയിങ് കോസ്റ്റുകൾ PGBPയിലും IFOസിലും വരാത്ത തന്നെ ബോറോയിങ് കോസ്റ്റുകൾ വേറെ ഹെഡുകളിൽ ഗവേൺ ചെയ്യും ആസ് പെർ ITI ആക്ട്. ഇനി PGBP തന്നെ വരുന്ന ICDSൽ വരാത്ത ബോറോയിങ് കോസ്റ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 36 സെക്ഷൻ 36 ബിസിനസ്സിൻ്റെ പർപ്പസിൽ നിങ്ങൾ ലോൺ എടുത്താൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ബോറോയിങ് കോസ്റ്റ് ആണത്. പക്ഷേ ആ ഇൻട്രസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്ത് 36 ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. അപ്പോൾ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ്, ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയുള്ളത് ICDS 9 പ്രകാരം അസറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യുക. ബാക്കി എല്ലാ ബോറോയിങ് കോസ്റ്റും ജനറൽ പ്രൊവിഷൻസ് ഓഫ് ദ ITI ആക്ട് പ്രകാരം ഗവേൺ ചെയ്യുക. ജനറൽ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അസറ്റിന് വേണ്ടിയുള്ള ബോറോയിങ് കോസ്റ്റ് അല്ല, കോമൺ ആയിട്ട് എടുത്ത ഒരു ലോണാണ്. ആ ലോൺ എടുത്ത് കുറേ അസറ്റുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ചിലത് ക്വാളിഫയിങ് അസറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം ഇൻട്രസ്റ്റിന് അപ്പോർഷൻ ചെയ്യുക. അപ്പോർഷൻ്റെ ഫോർമുല എന്താണ്, ആവറേജ് കോസ്റ്റ് ഓഫ് ക്വാളിഫയിങ് അസറ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ 1st April ക്വാളിഫയിങ് അസറ്റിൻ്റെ കോസ്റ്റ്, ഈ വർഷത്തിൻ്റെ എൻഡിലെ ക്വാളിഫയിങ് അസറ്റിൻ്റെ കോസ്റ്റ് ആൻഡ് ആവറേജ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിൽ ടോട്ടൽ അസറ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അപ്പോൾ അതിൻ്റെ ആവറേജ് ഡിനോമിനേറ്റർ. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തില്ല ടോട്ടൽ ജനറൽ ഇൻട്രസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ജനറൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ബോറോയിങ് കോസ്റ്റ് ഇൻറ്റു മുകളിൽ നമ്മൾ എടുക്കുന്നത് ക്വാളിഫയിങ് അസറ്റിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസിൻ്റെ ബിഗിനിങ് ആൻഡ് എൻഡിലെ ആവറേജ്. ഡിനോമിനേറ്ററിൽ എടുക്കുന്ന ആവറേജ് കോസ്റ്റ് ഓഫ് ടോട്ടൽ അസറ്റ്, അത് ഈ ലോൺ എടുത്തിരിക്കുന്ന കുറേ അസറ്റുകൾക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ അസറ്റുകൾ, അപ്പോൾ അതിൻ്റെ ആവറേജ് ഓപ്പണിംഗ് ആൻഡ് എൻഡ്, അത് ഡിനോമിനേറ്റർ. അപ്പോൾ കിട്ടുന്നതാണ് ആട്രിബ്യൂട്ടബിൾ അല്ലെങ്കിൽ അപ്പോർഷൻഡ് ഔട്ട് ഓഫ് ദ ടോട്ടൽ ജനറൽ ബോറോയിങ് കോസ്റ്റ് ഹൗ മച്ച് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ദിസ് ക്വാളിഫയിങ് അസറ്റ്, അത് നമുക്ക് കിട്ടും. അതെടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ICDS 9. അപ്പോൾ ICDS 9 അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ICDSൽ 9ലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഡീവിയേഷൻസ് ബോറോയിങ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? 2 പ്രധാന ഡീവിയേഷൻസ് ആണുള്ളത്. ആ 2 പ്രധാന ഡീവിയേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ പലപ്പോഴും ബോറോയിങ് അസറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, ഒരു പ്രോജക്റ്റ് നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് ആ അസറ്റിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആ ലോണിന് ടെമ്പററി ഐഡിയലായിട്ടിരിക്കുന്ന കണ്ടിട്ട് ഈ ലോണിനെ കൊണ്ടുവന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് ആവശ്യം വരുമ്പോൾ വിഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ എവിടെയെങ്കിലും ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ അസറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ഐഡിയലായിട്ടിരിക്കുന്ന അതിനുവേണ്ടി എടുത്ത ഫണ്ടാണ് ടെമ്പററി നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടി, അല്ലെങ്കിൽ ഡിവിഡൻഡ് പോലത്തെ എന്തെങ്കിലും ഇൻകം കിട്ടി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞ ആ ഇൻകത്തിന് ബോറോയിങ് കോസ്റ്റിൽ എന്ത് ചെയ്തോളാനാണ് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്തോളാനാണ്, റെഡ്യൂസ് ചെയ്തോളാനാണ് പറയുന്നത്. കാരണം എനിവേ നമുക്ക് ചിലവ് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു വരവ് വന്നു, ആ ചിലവിൽ അത് സെറ്റ് ഓഫ് ചെയ്യുക. ബോറോയിങ് കോസ്റ്റിൽ ഈ പറഞ്ഞ ടെമ്പററി, അതായത് ബോറോയിങ് കോസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ആണ്, ആ ഇൻട്രസ്റ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്തോളാനാണ് പറയുന്നത്. ഇങ്ങോട്ട് കിട്ടിയ ഇൻകം അങ്ങോട്ട് അടയ്ക്കാനുള്ള ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ICDS അത് സമ്മതിക്കുന്നില്ല. ICDS 9 സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇമ്പാക്ട് എന്താണെന്നറിയോ, അക്കൗണ്ടൻസിയിൽ ബോറോയിങ് കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. ആ കിട്ടുന്ന ടെമ്പററി ആയിട്ട് നമ്മൾ ഫണ്ട്, ബോറോഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേണിനെ ഇൻട്രസ്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ബട്ട് വെൻ ഇറ്റ് ഇസ് കം ടു ICDS അത് സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പററി ആയിട്ട് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേൺ, അതായത് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ലോണ്, ആ ലോൺ വെറുതെ ഇപ്പം മൊത്തം പൈസ നമുക്കിപ്പോൾ ആവശ്യമില്ല, പണി നടക്കുന്നതനുസരിച്ച് മതി, അപ്പോൾ കയ്യിൽ വെറുതെ ഐഡിയലായിട്ട് ലോൺ വെച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞ് ഡ്രോ ചെയ്ത പൈസയെ കൊണ്ടുവന്ന് ടെമ്പററി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ കിട്ടി. ആ റിട്ടേൺ കിട്ടുന്ന ഇൻകത്തിന് ICDS 9 പ്രകാരം സെപ്പറേറ്റ്ലി ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് ടാക്സ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ദാറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് പ്രൊവിഷൻ. അപ്പോൾ എന്ത് പറ്റും, അക്കൗണ്ട്സിൽ ഇൻകം കുറവായിരിക്കും, ടാക്സിൽ ഇൻകം കൂടുതലായിരിക്കും. അതെങ്ങനെ ടാക്സിൽ ഇൻകം കൂടുതൽ വരുന്നത്? ബിക്കോസ് ഓഫ് ദിസ് റീസൺ. ഈ പറയുന്ന ടെമ്പററി ആയിട്ട് ബോറോ ചെയ്ത ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേണിനെ ഈ സെപ്പറേറ്റ് ഇൻകം ആയിട്ട് അസസ് ചെയ്യും, ബോറോയിങ് കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ഇൻകം കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് വൺ മേജർ ഡീവിയേഷൻ ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. രണ്ടാമത്തെ മേജർ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ഡെവലപ്മെൻ്റ് ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ആയാലും എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ആയ എന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു അസറ്റ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിനുവേണ്ടി ലോണൊക്കെ എടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൊടുത്തു, ബോറോയിങ് കോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇടയ്ക്ക് ഒരു ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഈ അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ ടെമ്പററിലി സസ്പെൻഡഡ് ദി ഓപ്പറേഷൻ ഓഫ് ദി അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ദി അസറ്റ്.
അപ്പോൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ്ററപ്റ്റ് ആയി. അപ്പോൾ ഇൻ്ററപ്റ്റ് ആവുന്ന ആ പീരീഡിൽ നിങ്ങൾക്ക് ഈ ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് ഒരിക്കലും ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ലെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത് ഒരു അസറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലോൺ എടുത്തു, ബട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻ്ററപ്റ്റ് ആയി. അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻ്ററപ്റ്റ് ആയി കഴിഞ്ഞാൽ, ആ ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻ്ററപ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഇൻ്ററപ്റ്റ് ആവുന്ന പീരീഡിലേക്കുള്ള ബോറോയിങ് ഇൻട്രസ്റ്റ്, ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല, പകരം അത് P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യണമെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് ഇസ് കം ടു ICDS 9 ബോറോയിങ് കോസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റിംഗ്. ICDS 9 പറയുന്നത് അവിടെ ആക്റ്റീവ് ഇൻ്ററപ്റ്റ് ആയോ ഇല്ല അതൊന്നും പറയുന്നില്ല. ഡയറക്റ്റ്ലി ഒരു ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ക്യാപിറ്റലൈസ് എന്നാണ്. അപ്പം നെറ്റ് ഇഫക്റ്റ് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്ന ആ സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ ഇസ് നോട്ട് പോസിബിൾ ഇൻ ICDS. അക്കോർഡിംഗ്ലി വാട്ട് വിൽ ഹാപ്പൻ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നമ്മൾ അസറ്റിൻ്റെ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻട്രപ്റ്റ് ആവുന്ന പീരീഡിലെ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യുന്നറിയോ? P&L അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യും. പക്ഷേ ICDSൽ അത് സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ആ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ ഇൻകം ടാക്സിൽ പിടിച്ച് എന്ത് ചെയ്യും? ഡിസലോ ചെയ്യും. ഡിസലോ ചെയ്തിട്ട് ഇൻകം ടാക്സിൽ അസറ്റിൻ്റെ ബോറോയിങ് കോസ്റ്റിൽ കൊണ്ടുപോകാൻ പറയും. എന്നിട്ട് ഈ അസറ്റ് ബോറോയിങ് കോസ്റ്റിൽ കൊണ്ടുപോയുള്ള പ്രശ്നം എന്താ? ഈ അസറ്റ് എന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അന്നേ നമുക്ക് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കിട്ടുള്ളൂ. അന്നേരം മാത്രമേ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അടക്കം അതിനകത്ത് കയറി നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റിൽ ഇൻകം ടാക്സിൽ ഇൻകം വളരെ കൂടുതലായിരിക്കും. കാരണം ആ എക്സ്പെൻസ് ഡിസലോ ചെയ്യും. P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ്ററപ്റ്റ് ആയ പീരീഡിലെ ഇൻട്രസ്റ്റിനെ ICDS പ്രകാരം സമ്മതിക്കാത്തതുകൊണ്ട് ആഡ് ബാക്ക് ചെയ്യും. എന്നിട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറയും. അപ്പോൾ നെറ്റ് എഫക്റ്റിൽ ഇൻകം കൂടും. കാരണം എക്സ്പെൻസ് ഡിസലോ ചെയ്യപ്പെട്ടു. അക്കൗണ്ട്സിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസ് ഡിസലോ ചെയ്യപ്പെട്ടു, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. സോ ദാറ്റ് ഈസ് എ വെരി മേജർ ഡീവിയേഷൻ. അപ്പോൾ രണ്ട് സുപ്രധാന ഡീവിയേഷൻസ് ഉണ്ട്. ഒന്ന്, അസറ്റിൻ്റെ ഡയറക്റ്റ്ലി അസറ്റിന് വേണ്ടി നമ്മൾ എടുത്ത് ബോറോ ചെയ്ത ഫണ്ട് ടെമ്പററിലി ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടിയാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ബോറോയിങ് കോസ്റ്റിൽ അത് നെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് കുറയുന്നേ ഉള്ളൂ. പക്ഷേ ICDS 9 ഡസ് നോട്ട് പെർമിറ്റ് ദാറ്റ്. അവിടെ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയാലും ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ടു സെപ്പറേറ്റ്ലി അസസ്ഡ് ആസ് എൻ ഇൻകം. ഇറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു അഡ്ജസ്റ്റ് ഇൻ ബോറോയിങ് കോസ്റ്റ്. അപ്പോൾ നെറ്റ് എഫക്ട് ഇനീഷ്യലി ഇൻകം വിൽ ബി മോർ ഇൻ ഇൻകം ടാക്സ്, ബട്ട് ഇൻകം വിൽ ബി ലെസ് ഇൻ അക്കൗണ്ട്സ്. രണ്ടാമത്തെ എടുത്താൽ എന്താണ്? ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻട്രപ്റ്റ് ആവുന്ന പീരീഡിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. പ്രൂഡൻസ് പ്രിൻസിപ്പിളിൽ കറക്റ്റാണ്. പക്ഷേ വെൻ ഇറ്റ് ഇസ് കം ടു ദ ICDS 9, ഈവൻ ദോ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഇസ് ഇൻ്ററപ്റ്റഡ്, it must be capitalized. It cannot be charged to P&L. So in books of accounts, as per accounting standard, we will debit that those interest for the interrupted period will be debited to P&L. But in ICDS income tax computation, it will be added, will be disallowed. Very dangerous, right? This is ICDS 9 borrowing cost. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ക്വാളിഫയിങ് അസറ്റ് മോർ ദാൻ 12 months, ദാറ്റ് പ്രിൻസിപ്പിൾ ഷുഡ് റിമെമ്പർ. സാധാരണ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ക്വാളിഫയിങ് അസറ്റ് ആണ് ഡയറക്റ്റ്ലി എടുക്കുമ്പോൾ. പക്ഷേ ശ്രദ്ധിക്കണം, മോർ ദാൻ 12 months ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് പീരീഡ് എടുക്കുന്നുണ്ടെങ്കിലാണ് സാധാരണ ഒരു അസറ്റ് നമ്മൾ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ലാൻഡ് ബിൽഡിംഗ് ക്വാളിഫയിങ് അസറ്റ് ആണ്. എനി അതർ അസറ്റ്, ഇഫ് ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 12 months ടു ക്രിയേറ്റ് ദാറ്റ് അസറ്റ് ആൻഡ് ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് മോർ ദാൻ 12 months എടുക്കുമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ക്വാളിഫയിങ് അസറ്റ്. ക്വാളിഫയിങ് അസറ്റിന് വേണ്ടി ഡയറക്റ്റ്ലി എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് ബോറോയിങ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ഡയറക്റ്റ്ലി അല്ലാത്ത കേസിൽ വി ഹാവ് ടു അപ്ലൈ ദിസ് ഫോർമുല. ആ ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് വി ഹാവ് ടു ക്യാപിറ്റലൈസ്. ദിസ് ഈസ് ICDS 9. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ICDSിലോട്ട് പോകണം. ICDS 10. അപ്പോൾ ICDS 10 എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലൈബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ് എന്നാണ്. അപ്പോൾ കണ്ടിജന്റ് ലൈബിലിറ്റിയും കണ്ടിജന്റ് അസറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്ന നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ താഴെ ബിലോ ദ ലൈൻ നമ്മൾ കാണിക്കും. ഒരിക്കലും ബുക്കിനകത്തോട്ട് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യാത്ത രണ്ട് സാധനങ്ങളാണ് കണ്ടിജന്റ് ലൈബിലിറ്റിയും കണ്ടിജന്റ് അസറ്റും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29 പ്രകാരം എല്ലാ കൊല്ലവും നമ്മൾ കണ്ടിജന്റ് അസറ്റും കണ്ടിജന്റ് ലൈബിലിറ്റിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കണ്ടിജന്റ് ലൈബിലിറ്റിയെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ദർ ഇസ് എ പ്രോബബിൾ ദാറ്റ് ആൻ എക്കണോമിക് ഔട്ട്ഫ്ലോ വിൽ ബി റിക്വയർഡ് ഡ്യൂ ടു എ പാസ്റ്റ് ഈവൻറ്റ്. പണ്ട് നടന്നൊരു പാസ്റ്റിൽ നടന്നൊരു ഈവൻറ്റ് കാരണം ഇപ്പോൾ ദർ ഈസ് എൻ എക്കണോമിക് ഔട്ട്ഫ്ലോ വരാൻ പ്രോബബിലിറ്റി ഉണ്ടെന്ന് കണ്ടാൽ because of the principle of prudence, we have to create a provision. We have to create a liability account debtor to expense payable. അപ്പോൾ കണ്ടിജന്റ് ലൈബിലിറ്റി എപ്പോഴാണ് റിയൽ എക്സ്പെൻസ് ആൻഡ് ലൈബിലിറ്റി ആയിട്ട് മാറുന്നത്? കണ്ടിജന്റ് ലൈബിലിറ്റി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് എക്സ്പെൻസിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ബുക്കിനകത്തേക്ക് റിക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, during the previous year we feels that there is a probability that an economic outflow will be required. അപ്പോൾ പ്രോബബിലിറ്റി ഉണ്ട്, സാധ്യത തോന്നിയാൽ you have to create a provision. But when it is come to, ഇതാണ് കണ്ടിജന്റ് ലൈബിലിറ്റി റിക്കഗ്നൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ. പക്ഷേ when it is come to ICDS 10 പ്രകാരം കണ്ടിജന്റ് ലൈബിലിറ്റി എല്ലാ വർഷവും നിങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് if there is a reasonable certainty that an economic outflow will be required, only at that time you can recognize it as a provision, അല്ലെങ്കിൽ you can take it into books as an expense. നോക്കൂ, വേർഡിന്റെ വ്യത്യാസം എന്താ?
അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഡെറ്റഡ് ടു എക്സ്പെൻസ് പേയബിൾ എന്ന് പറഞ്ഞ് ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. പ്രോബബിൾ ദാറ്റ് ദർ ഇസ് ആൻ എക്കണോമിക് ഔട്ട്ഫ്ലോ. എക്കണോമിക് ഔട്ട്ഫ്ലോ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ചെയ്യണമെന്ന്. പക്ഷേ അക്കൗണ്ടിങ് നമ്മുടെ ICDS 10 എന്താ പറഞ്ഞത്? സാധ്യത ഉണ്ടായാൽ പോരാ, അത്യാവശ്യം ഉറപ്പുണ്ടാവണം. റീസണബിൾ സെർട്ടനിറ്റി, ന്യായമായും ഒരു അത്യാവശ്യം സം സോർട്ട് ഓഫ് സെർട്ടനിറ്റി വേണം. റീസണബിൾ സെർട്ടനിറ്റി വേണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്ത് പറ്റും? അക്കൗണ്ട്സിൽ വളരെ നേരത്തെ തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും പ്രോബബിലിറ്റി വെച്ചിട്ട്. പക്ഷേ ICDSൽ പ്രോബബിലിറ്റി വെച്ച് പറ്റത്തില്ല. റീസണബിൾ സെർട്ടനിറ്റി ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡെബിറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ കണ്ടിജന്റ് ലൈബിലിറ്റി റെക്കഗ്നൈസ് ചെയ്ത എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്താൽ ആ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആ ലൈബിലിറ്റിയെ ഇൻകം ടാക്സിനകത്ത് ഡിസലവ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസ് ഡിസലവ് ചെയ്യപ്പെടും. അപ്പോൾ ഇൻകം ടാക്സിലെ പ്രോഫിറ്റ് കൂടും. എന്ത് നൈസ് ഐഡിയ ആണ്. അപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 പ്രകാരം കണ്ടിജന്റ് ലൈബിലിറ്റി എടുക്കരുത്. ഇവിടെയും കണ്ടിജന്റ് ലൈബിലിറ്റി എടുക്കരുത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 പ്രകാരം കണ്ടിജന്റ് ലൈബിലിറ്റി റിയൽ ലൈബിലിറ്റി ആക്കാം. എക്സ്പെൻസ് ടു എക്സ്പെൻസ് പേയബിൾ എന്നാക്കാം. ഇഫ് ദർ ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ആൻ എക്കണോമിക് ഔട്ട്ഫ്ലോ വിൽ ബി റിക്വയർഡ്. ബട്ട് അപ്പോൾ അന്നേരം അത് എക്സ്പെൻസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ബുക്കിലോട്ട് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യും ആ കണ്ടിജന്റ് ലൈബിലിറ്റിയെ, റിയൽ ലൈബിലിറ്റി ആക്കും. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ദി ICDS 10, contingent liability can be recognized into books as a real liability and you can create provision only if there is a reasonable certainty that an economic outflow will be required. Okay, this is contingent liability. ഇത് നമ്മുടെ എക്സ്പെൻസ് സൈഡ് അതിൻ്റെ ലൈബിലിറ്റി. വാട്ട് അബൌട്ട് കണ്ടിജന്റ് അസറ്റ്? ഇൻകം. കണ്ടിജന്റ് അസറ്റ് ഒരിക്കലും നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല, അസറ്റും റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. സ്ട്രിക്റ്റ് പ്രിൻസിപ്പിളാണ് അത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 ആയാലും ICDS 10 ആയാലും ആ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. രണ്ടിടത്ത് അടുത്ത സെന്റൻസും സെയിം ആണ്. എവറി ഇയർ വി ഹാവ് ടു കണ്ടിന്യൂസ്ലി അസസ് ദി കണ്ടിജന്റ് അസറ്റ്. നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും. ആൻഡ് അപ്പോഴെങ്കിലും അസസ് ചെയ്യുന്ന സമയത്ത് ആസ് പെർ ICDS, ഇഫ് യു ഫീൽ ദാറ്റ് ദർ ഇസ് എ റീസണബിൾ സെർട്ടനിറ്റി, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയാണ് ICDSൽ പറയാണ് ഇഫ് ദർ ഇസ് എ റീസണബിൾ സെർട്ടനിറ്റി യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എൻ ഇൻകം. അവിടെ റീസണബിൾ സെർട്ടനിറ്റിയാണ് നമ്മുടെ ICDSൽ പറയുന്നത്. അപ്പോൾ റീസണബിൾ സെർട്ടനിറ്റി ന്യായമായി അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. പക്ഷെ അവിടെ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? വെർച്വൽ സെർട്ടനിറ്റി. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ റീസണബിൾ സെർട്ടനിറ്റി ആൻഡ് വെർച്വൽ സെർട്ടനിറ്റി? റീസണബിൾ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാൻസ് മീൻസ് വലിയ കുഴപ്പമില്ലാത്ത ഉറപ്പുണ്ട്. പക്ഷെ സം സോർട്ട് ഓഫ് അൺസർട്ടനിറ്റി അതിനകത്ത് ഉണ്ട്. പക്ഷെ പ്രോബബിലിറ്റിയേക്കാളും കുറച്ച് മുകളിലാണ്. റീസണബിൾ സെർട്ടനിറ്റി ഉണ്ട്, പക്ഷെ വെർച്വൽ സെർട്ടനിറ്റി ഇല്ല. എന്താണ് വെർച്വൽ സെർട്ടനിറ്റി? ഒരു എവിഡൻസ് ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്ന വെർച്വൽ വിഷൻ, കാണാൻ പറ്റുന്ന എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഇത് ഉറപ്പായിട്ട് ഇൻകം കിട്ടും എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അത് ഇൻകത്തിൽ എടുക്കൂ. ബിക്കോസ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇൻകത്തിൽ കാണിക്കത്തില്ല, കണ്ടിജന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് ICDS 10 പറയാണ് റീസണബിൾ സെർട്ടനിറ്റി ഇൻകത്തിൽ എടുത്തോളാം. അപ്പോൾ നെറ്റ് എഫക്ട് എന്താ? അക്കൗണ്ടൻസിയിൽ റിക്കഗ്നൈസ് ചെയ്യാത്ത ഇൻകത്തിന് ടാക്സിൽ വളരെ വേഗം റിക്കഗ്നൈസ് ചെയ്യപ്പെടും. ഏർലിയർ റിക്കഗ്നിഷൻ ഓഫ് ഇൻകം ഇൻ ICDS ആൻഡ് ലേറ്റർ റിക്കഗ്നിഷൻ ഓഫ് ഇൻകം ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിഗാർഡിംഗ് contingent asset. But regarding contingent liability, early recognition of provision in accounts and later recognition of expense in അല്ലെങ്കിൽ provision in ICDS. അപ്പോൾ രണ്ട് നോക്കിയാലും നെറ്റ് എഫക്റ്റിൽ എന്താ? ദ ടാക്സബിൾ ഇൻകം വിൽ ബി മോർ. പിന്നെ ICDS 10 പറയുന്നത് നിങ്ങളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ അത് ഏത് എക്സ്പെൻസിന് വേണ്ടിയാണോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് ആ എക്സ്പെൻസ് പേ ചെയ്യാൻ വേണ്ടി മാത്രമേ ആ പ്രൊവിഷൻ ഉപയോഗിക്കാവൂ. വേറെ ഒരു കാര്യത്തിന് പ്രൊവിഷൻ നമുക്ക് വക മാറ്റാൻ പറ്റത്തില്ല. ബട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് ചില കേസിൽ. പക്ഷെ ഇവിടെ സമ്മതിക്കത്തില്ല. പ്രൊവിഷൻ ഏത് എക്സ്പെൻസ്. അപ്പം സാറേ പ്രൊവിഷൻ കൂടിപ്പോൾ എന്ത് ചെയ്യും? റൈറ്റ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോഫിറ്റ് കൂടും. പ്രൊവിഷൻ റൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടും. അപ്പോൾ അവർ ഐഡിയ ഭയങ്കര നൈസ് ഐഡിയ ആണ് ICDS. അപ്പം ഏത് ICDS എടുത്താലും മനസ്സിലാവണം എന്താ? അൾട്ടിമേറ്റ്ലി ടാക്സബിൾ ഇൻകം കൂട്ടുക. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. ബട്ട് എനിവേ ഈ പ്രിൻസിപ്പിൾ ഊന്നി പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കണ്ടിജന്റ് ലൈബിലിറ്റിയും കണ്ടിജന്റ് അസറ്റും കവർ ചെയ്യത്തില്ല. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട കണ്ടിജന്റ് ലൈബിലിറ്റി കണ്ടിജന്റ് അസറ്റ് ICDS 10 കവേർഡ് അല്ല. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കണ്ടിജന്റ് ലൈബിലിറ്റി കണ്ടിജന്റ് അസറ്റ് ഈ പറയുന്ന ICDSനകത്ത് കവേർഡ് അല്ല. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് കണ്ടിജന്റ് ലൈബിലിറ്റി ഓർ കണ്ടിജന്റ് അസറ്റ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നോട്ട് കവേർഡ് ഹിയർ. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടത് കവർ ചെയ്യത്തില്ല. ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോളിസി ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട റിസ്കിൻ്റെ കണ്ടിജന്റ് ലൈബിലിറ്റി കണ്ടിജന്റ് അസറ്റ് കവേർഡ് അല്ല. മറ്റൊരു വേറെ ഏതെങ്കിലും ICDS പ്രകാരം ഗവേൺ ചെയ്യുന്ന കണ്ടിജന്റ് ലൈബിലിറ്റി അല്ലെങ്കിൽ അസറ്റ് ഓർ ലൈബിലിറ്റി പ്രൊവിഷൻ അത് ഇവിടെ കവേർഡ് അല്ല. ഇനി കണ്ടിജന്റ് ലൈബിലിറ്റിയാണ് ആദ്യത്തത്. രണ്ടാമത്തത് കണ്ടിജന്റ് അസറ്റാണ്. ശരി, കണ്ടിജന്റ് ലൈബിലിറ്റി ബുക്കിൽ എടുക്കാൻ പാടില്ല. റിക്കഗ്നിഷൻ ഓഫ് എ പ്രൊവിഷൻ, അതായത് കണ്ടിജന്റ് ലൈബിലിറ്റി എക്സ്പെൻസ് ആക്കി മാറ്റുന്ന എപ്പോഴാണ്? അതായത് എക്സിസ്റ്റൻസ് ഓഫ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻ, അതാണല്ലോ എക്സ്പെൻസ്. റീസണബിൾ സെർട്ടനിറ്റി, അപ്പോൾ അവിടെ പറഞ്ഞ എക്സ്പെൻസ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ റീസണബിൾ സെർട്ടനിറ്റി ദാറ്റ് ഔട്ട്ഫ്ലോ റിസോഴ്സസ് ഓഫ് റിലയബിൾ എസ്റ്റിമേറ്റർ. ആ സെയിം സാധനം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ വരുമ്പോഴോ
ആ സെയിം സാധനം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ പ്രോബബിൾ ആണ്. ഇവിടെ വരുമ്പം വെർച്വൽ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ പ്രോബബിൾ ആണ്. ICD-S 10 ഇതാ പറഞ്ഞു റീസണബിൾ സെർട്ടനിറ്റി. ഇനി കണ്ടിജന്റ് അസറ്റ് ആണെങ്കിലോ, കണ്ടിജന്റ് അസറ്റ് എല്ലാ വർഷവും അസസ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ റീസണബിൾ സെർട്ടനിറ്റി ദാറ്റ് ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്. അപ്പം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ 2 വേർഡുകളിലാണ്. വെർച്വൽ സെർട്ടനിറ്റിയും അറ്റ് ദ സെയിം ടൈം വെർച്വൽ സെർട്ടനിറ്റിയും റീസണബിൾ സെർട്ടനിറ്റി റിഗാർഡിംഗ് കണ്ടിജന്റ് അസറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വെർച്വൽ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ ഇൻകം എടുക്കാൻ പാടുള്ളൂ. പക്ഷേ അത് കണ്ടിജന്റ് അസറ്റിൻ്റെ ബുക്കിൽ റിക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ ഇൻകമായിട്ട്. പക്ഷേ ICD-S 10 പ്രകാരം റീസണബിൾ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ എടുക്കണം. അപ്പോൾ വളരെ നേരത്തെ തന്നെ ഇൻകമാക്കി മാറ്റപ്പെടും കണ്ടിജന്റ് അസറ്റിനെ ഇൻകം ടാക്സിൽ ICD-S 10 പ്രകാരം. ബട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം വളരെ നേരത്തെ ആക്കത്തില്ല, വെർച്വൽ സെർട്ടനിറ്റി കിട്ടിയിട്ടേ ആക്കുള്ളൂ. അപ്പോൾ ആ ടൈമിംഗ് വ്യത്യാസമാണ്. അക്കൗണ്ട്സിൽ പതുക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇൻകം ടാക്സിൽ നേരത്തെ റെക്കഗ്നൈസ് ചെയ്യപ്പെടും, നേരത്തെ ഇൻകം ആയിട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ വർഷം നമ്മൾ ടാക്സിൽ ഇൻകം എടുത്തു, അക്കൗണ്ട്സിൽ ചിലപ്പോൾ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമായിരിക്കും എടുക്കാൻ പോവുക. അപ്പോൾ നേരത്തെ ഇൻകം കൂടുതൽ ഇൻകം ടാക്സിൽ വരും. എക്സ്പെൻസ് അക്കൗണ്ട്സിൽ വളരെ നേരത്തെ ക്രിയേറ്റ് ചെയ്യപ്പെടും, കാരണം പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ AS 29 പ്രകാരം കണ്ടിജന്റ് ലൈബിലിറ്റി എക്സ്പെൻസ് ആക്കണം. അപ്പോൾ അക്കൗണ്ട്സിൽ വളരെ നേരത്തെ എക്സ്പെൻസ് വരും. ബട്ട് വെൻ ഇറ്റ് ഇസ് കം ടു ദ IT ലോ, ഇൻകം ടാക്സിൽ ആ എക്സ്പെൻസിനെ ഡിസലോ ചെയ്യും, അത് പ്രോസ്പോൺ ചെയ്യും, പതുക്കെ വരുള്ള എക്സ്പെൻസ് ആയിട്ട്. ബിക്കോസ് ദേ നീഡ് റീസണബിൾ സെർട്ടനിറ്റി, പ്രോബബിലിറ്റി മാത്രം പോരാ. ഇത് തമ്മിലുള്ള വളരെ ബേസിക് ഉള്ള ഡീവിയേഷൻ. ലാസ്റ്റ് പോയിന്റ് ICD-S 10 പറയുന്നത് പ്രൊവിഷൻ യൂസ്ഡ് ക്രിയേറ്റഡ് മസ്റ്റ് ബി യൂസ്ഡ് ഓൺലി ഫോർ എക്സ്പെൻഡിച്ചർ ഫോർ വിച്ച് ദ പ്രൊവിഷൻ വാസ് ഒറിജിനലി റിക്കഗ്നൈസ്ഡ്. പ്രൊവിഷൻ എസ്റ്റിമേറ്റ് ആണല്ലോ, ചിലപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റ് കൂടിപ്പോയി, എക്സ്പെൻസ് അത്രയും വന്നില്ല എങ്കിൽ എക്സസ് പ്രൊവിഷൻ റൈറ്റ് ബാക്ക് ചെയ്യേണ്ടി വരും. ഒരിക്കലും അല്ലാതെ ആ പ്രൊവിഷൻ ഉപയോഗിച്ച് വേറെ എക്സ്പെൻസിൽ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. ക്രോസ് യൂട്ടിലൈസേഷൻ ഒന്നും പറ്റത്തില്ല. പ്രൊവിഷൻ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് റൈറ്റ് ബാക്ക് ചെയ്യണം. പ്രൊവിഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കി പ്രീപെയ്ഡിൽ കയറി പോകും, ആകെ പ്രശ്നമാവും, ഡിസലോ ചെയ്യും. അപ്പോൾ പ്രൊവിഷൻ എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് മറ്റൊരു പോയിന്റ് ICD-S 10 പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ICD-S എന്നുള്ള ആംഗിൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനകത്ത് ഈ ICD-S-മായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്ന് ICD-S 1. നമ്മുടെ കോംപ്രിഹെൻസീവ് നിങ്ങൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത്, എക്സാമിന് ചോദിക്കുന്നത് അത് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനിൽ വരുന്നത് ഒന്ന് ICD-S 1 കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ്. 2 ICD-S 2 പാർട്ണർഷിപ്പ് ഫേമിൻ്റെയും LLPയുടെ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ്. ICD-S 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് വന്ന് കണ്ടിട്ടുണ്ട്. ICD-S 4 വന്ന് കണ്ടിട്ടുണ്ട്. 5 കണ്ടിട്ടില്ല. 6 റെയർലി വരാം. 7 ICD-S 7 ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. 8 ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 9 ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ വരുന്ന 10 ആണ്. അപ്പോൾ അങ്ങ് സാറേ എന്ന് പറയുമ്പോൾ 6 ആയല്ലോ, പിന്നെ 4 കൂടെ പഠിച്ചാൽ പോരെ. സത്യമാണ്, 6 ആയി, പിന്നെ 4 കൂടെ പഠിച്ചാൽ മതി, 10 പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ICD-S 1 to 10 കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക മീൻസ് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിന് ഒരുപാട് ദൂരോട്ടൊന്നും പോകണ്ട. നമ്മുടെ ഏറ്റവും അടുപ്പിച്ചുള്ള റീസെൻ്റ് ആയിട്ടുള്ള RTP, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്. RTPയിലും മോക്ക് ടെസ്റ്റിലും വളരെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങേറ്റം വേണ്ടി വന്നാൽ നവംബർ 2019 സജഷൻ ആൻസറും കൂടെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഭയങ്കര വലിയ അമെൻമെൻ്റ് ഒന്നുമില്ലല്ലോ. വേണമെങ്കിൽ 2019 നവംബറിലെ സജഷൻ ആൻസർ നോക്കാം. ടാക്സ് റേറ്റ് മാത്രം മാറ്റി പഠിച്ചാൽ മതി, സർചാർജൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട്. അതർവൈസ് അത്രയും പഠിച്ചാൽ മതി, ധാരാളം. സോ ICD-S ഓൾസോ ബി കവേർഡ്. ICD-S 1 to 10 ഇറ്റ്സ് ഇനഫ്, റൈറ്റ്? ഐ തിങ്ക് മൈ സ്റ്റുഡൻസ് യു ഗോട്ട് എ വെരി ഗുഡ് ഐഡിയ റിഗാർഡിംഗ് ICD-S 1 to 10. ICD-S അറിഞ്ഞിരിക്കണം, നമ്മൾ കവർ ചെയ്തു. ഓക്കെ.